കല്യാണി കാതരാക്ഷി നല്ലാരിൽ മണിമൗലേ കല്യാണി കാതരാക്ഷി വല്ലാതെ വനത്തിൽ നീ വാഴുന്നതെന്തേ വല്ലാതെ വനത്തിൽ നീ വാഴുന്നതെന്തേ. ഹലോ, എന്താ ശിവൻ ചേട്ടാ, നീ എവിടെയാ ഇപ്പോഴ്? ചേട്ടാ, എൻ്റെ നൃത്തനാടകം കഴിഞ്ഞ് ഞാനിപ്പോഴും ഗ്രീൻ റൂമിലാണ് മേക്കപ്പ് അഴിക്കാൻ വേണ്ടി. നീ നാടകം കളിച്ച് നടന്നോ? എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്റെ അടുത്ത് പറയാനുണ്ട്. ചേട്ടാ, ഞാൻ ഫ്രീ ആയിട്ട് അങ്ങോട്ട് വിളിക്കാം, അതുപോരെ ചേട്ടാ? അതെ, ഉണ്ട്. ഇനിയിപ്പോ കുറച്ച് ദിവസത്തേക്ക് അവൾ അവളുടെ വീട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞിരുന്നു. അത് വേറൊന്നുമല്ല, കുറച്ച് ദിവസം അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പോയി നിന്നോളാൻ ഞാനാ പറഞ്ഞത്. ഭാരതി, നിന്റെ പിറന്നാൾ അടുത്തയാഴ്ചയാണ്. എത്ര വയസ്സായെന്നറിയാമോ? 70 വയസ്സ്. ഭാരതി, നമുക്ക് കുട്ടികളെല്ലാം വിളിക്കണം, നമുക്കൊന്ന് അടിപൊളിയാക്കണം. ഈ സീരിയല് കാണാൻ തുടങ്ങിയതാ, നിങ്ങൾ തിരക്ക് കൂട്ടി. അതെപ്പോഴും ഇങ്ങനെയാ. ഭാരതി, സീരിയല് കഴിയണമെങ്കിൽ 10-10:30 മണിയാകും. അപ്പോഴേക്കും കുട്ടികളെല്ലാം ഉറങ്ങിക്കാണും. ഇന്നൊരു ദിവസം സീരിയൽ വേണ്ടെന്ന് വയ്ക്കേ. ഇന്ന് കാണിക്കുന്നതല്ലേ നാളെയും കാണിക്കുന്നത്. ആ, പറയണം, എന്താ? നിന്റെ പിറന്നാളിന് നമ്മുടെ 3 മക്കളോടും ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ട്. നമുക്ക് പ്രായമായി വരികയാണ്. എനിക്ക് സ്ട്രോക്ക് വന്നതിന് ശേഷം നടക്കാനും പുറത്തു പോകാനുമൊക്കെ പ്രയാസമാണ്. ഒന്നിനും ഒരു ധൈര്യമില്ല ഭാരതി. നിനക്കാണെങ്കിൽ മുട്ടിനും നടുവിനുമൊക്കെ വേദനയല്ലേ? ഇനി നമ്മൾ ഒറ്റയ്ക്ക് കഴിയുന്നത് ശരിയല്ല എന്നൊരു തോന്നൽ. നിങ്ങൾക്കറിയാമല്ലോ, കുട്ടികൾക്കൊക്കെ അവരുടേതായ തിരക്ക. ശിവൻ, നമ്മുടെ മൂത്ത മകൻ, വലിയ കമ്പനിയുടെ എക്സിക്യൂട്ടീവാ. അവനാണെങ്കിൽ തിരക്കോട് തിരക്കാ. അവന്റെ ഭാര്യയ്ക്കാണെങ്കിൽ അതിലും തിരക്ക്. തിരക്ക് കാരണം കുട്ടികളെ ബോർഡിംഗ് സ്കൂളിലാക്കിയിരിക്കുക. I told you, Mr. Rajesh, we are not interested in this particular project. We just cannot do it. നിങ്ങൾ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലായി. ഞങ്ങൾ ബിസിനസ് തുടങ്ങിയ കാലത്ത് നിങ്ങൾ അനവധി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം എനിക്ക് നിങ്ങളോട് നന്ദിയുമുണ്ട്. ഐ എം വെരി താങ്ക്ഫുൾ ടു യു രാജേഷ്. യു നോ രാജേഷ്, ആസ് പെർ അവർ ബിസിനസ് പോളിസി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിപ്പോൾ എൻ്റെ അച്ഛനാണെങ്കിൽ പോലും. സോ ബെറ്റർ നോട്ട് ടു ഹാവ് എ ഫർദർ ഡിസ്കഷൻ ഓൺ ദിസ് ടോപ്പിക്. ഓക്കെ, ബൈ. അച്ഛാ, പറയൂ. വിശേഷമൊന്നുമില്ലല്ലോ അവിടെ? ശിവ, ഞാൻ വിളിച്ചത് അമ്മയുടെ 70-ാം പിറന്നാളാണ് അടുത്ത ബുധനാഴ്ച. നീയും അവളും കുട്ടികളും വരണം. ലുക്ക് അച്ഛാ, ഇപ്പോൾ കുറച്ച് തിരക്കുള്ള സമയമാണ്. കുട്ടികൾ ബോർഡിംഗ് സ്കൂളിലാണെന്നറിയാമല്ലോ. അതുകൊണ്ട് വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മോനെ, എനിക്കും അമ്മയ്ക്കും പ്രായം കൂടി വരികയാണ്. ഇനി എല്ലാവരും കൂടി ഒത്തുചേരാൻ പറ്റിയില്ലെങ്കിലോ? ഞാൻ രാജനോടും സന്തോഷിനോടും കൂടി വരാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരോടും കുറച്ച് കാര്യങ്ങളും സംസാരിക്കാനുണ്ട്. അച്ഛാ, എനിക്ക് അത്യാവശ്യമായ ഒരു കോൾ വരുന്നുണ്ട്, പിന്നെ വിളിക്കാം. ശരി അച്ഛാ.
പിതാവേ, രാമ, ഞാൻ എന്തൊരു പാപിയാണ്. വർഷങ്ങളുടെ പ്രാർത്ഥനയ്ക്കും യാഗത്തിനും ഒടുവിൽ ഭഗവാൻ കനിഞ്ഞു നൽകിയ എൻ്റെ വത്സലപുത്രനെ ഞാനിതാ വന്യമൃഗങ്ങളുള്ള കാട്ടിലേക്ക് പറഞ്ഞയക്കുന്നു. ഭഗവാനെ, എനിക്കാര് മാപ്പ് തരും? രാമ, എന്നോട് ക്ഷമിക്കൂ. ഭഗവാനെ, ഞാൻ പുത്രദുഃഖത്താൽ മരിച്ചു പോകുമല്ലോ. അങ്ങിങ്ങനെ വിഷമിക്കാതിരിക്കൂ പിതാവേ. അങ്ങയുടെ ഏതാജ്ഞയും ശിരസാവഹിക്കുവാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അങ്ങയുടെ വാക്കുപാലിക്കുവാനായി ഞാനിതാ സസന്തോഷം അരണ്യത്തിലേക്ക് പോകുന്നു. എൻ്റെ പിതാവ് ദശരഥ മഹാരാജാവിൻ്റെ ആജ്ഞ എന്ന നിലയ്ക്ക് എൻ്റെ കടമ നിറവേറ്റുവാൻ അനുവദിച്ചാലും. രാമ, 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 എന്റെ രാമ, രാമ, എന്റെ രാമ, 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 രാമ. അച്ഛാ, പറയൂ. എൻ്റെ ഒരു പ്രോഗ്രാം കഴിഞ്ഞതേ ഉള്ളൂ. നിന്റെ സീതാപഹരണം കണ്ടിരുന്നു. ഗംഭീരമായിരുന്നു. ഞാനും ഭാരതിയും കണ്ടിരുന്നു. അച്ഛാ, ഞാൻ വീട്ടിലെത്തിയിട്ട് വിളിക്കാം അച്ഛാ. നിങ്ങളെന്താ അസ്വസ്ഥനായി നടക്കുന്നത്? എന്താ, വല്ലായ്ക വല്ലതും ഉണ്ടോ? എന്നാലും സന്തോഷ് എന്താ ഇതുവരെയും വിളിക്കാത്തത്? ഹലോ അച്ഛാ, നീ ഇപ്പോ ഫ്രീ ആയോ? പറയൂ അച്ഛാ. ഈ വരുന്ന ബുധനാഴ്ച. ഓർമ്മയുണ്ട് അച്ഛാ. 6 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ കലണ്ടറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് അമ്മയുടെ 70-ാം പിറന്നാൾ. അത് ഗംഭീരമാക്കും. അച്ഛൻ സമാധാനമായിരിക്കണം. ഭാരതി, ശിവനും കുട്ടികളും വരില്ലെന്നാണ് പറയുന്നത്. വിളിച്ചാൽ എന്നോട് സംസാരിക്കാൻ പോലും സമയമില്ലാത്തതുപോലെയാണ് പെരുമാറ്റം. സന്തോഷ്, അവൻ വരുമെന്നുള്ളത് ഉറപ്പാണ്. സന്തോഷും ശിവനും ഇരട്ട കുട്ടികളാണെങ്കിലും സന്തോഷ് പാവമാണ്, കുടുംബസ്നേഹിയാണ്. രാജനെ വിളിക്കാൻ തന്നെ പേടിയാണ്. പോലീസ് സ്റ്റേഷനിലോ ജയിലിലോ എവിടെയാണോ ആവോ. എത്രയോ കുട്ടികളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും നല്ല നിലയിലുമാണ്. എന്നെ കാണാൻ ചിലർ വരാറുമുണ്ട്. അതിലെനിക്ക് അഭിമാനമുണ്ട് ഭാരതി. എന്റെ ഈ ഒരു മകൻ മാത്രം എന്താണാവോ ഇങ്ങനെ ആയത്? നീ കവലയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത് കണ്ടു. നീ പൈസ തരാതെ മുങ്ങാവെന്ന് വിചാരിച്ചല്ലേ? നിന്റെ ഉടായിപ്പ് എന്നോട് വേണ്ട. നിക്കടാ അവിടെ. ഒരു ദിവസത്തെ അവധി കൂടെ തരണം. മതിയാക്കടാ. എത്ര ദിവസത്തെ അവധി വേണം നിനക്ക്? നിന്റെ കയ്യിൽ ഇപ്പോഴെത്രയുണ്ട്?
സാറേ, എൻ്റെ കയ്യിൽ ഒന്നുമില്ല. എന്നെ നീ താഴേക്ക് വരുത്തരുത്. നീ എൻ്റെ കൈ മെനക്കെടുത്തിട്ടേ അടങ്ങൂ. പൈസ ഇടറാ. സാറേ, എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ സാറേ ഇപ്പോഴും. സാർ, ഇന്ന് വൈകുന്നേരം ബാക്കി റെഡിയാക്കി വെച്ചോ. ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ട്, കേട്ടോടാ. ഇല്ലെങ്കിൽ നിന്റെ ഭാര്യയുടെ കെട്ടുതാലി. പോടാ. ഗുഡ് മോർണിംഗ് ഭാരതി. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇന്നെന്താ പിറന്നാൾ ആയതുകൊണ്ടാണോ എഴുന്നേൽക്കാൻ വൈകുന്നത്? സാധാരണ അലാറം അടിക്കുന്നതിന് മുമ്പ് എഴുന്നേൽക്കുന്ന ആളാണല്ലോ. ഭാരതി, എണീക്കൂ, സമയമായി. ഭാരതി, 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 ഭാരതി. എന്താച്ചാ? എടാ മോനെ സന്തോഷ്, എന്റെ അമ്മയ്ക്ക് എന്ത് പറ്റിയച്ചാ? നിന്റെ അമ്മ പോയടാ. സഞ്ചാന്യത്തിന്റെ ക്രിയകളെല്ലാം ഒന്നിച്ച് ചെയ്തു തീർക്കാം. എനിക്ക് ലീവില്ല, അന്ന് തന്നെ പോകണം. ക്രിയ ചെയ്യുന്നവരോട് ചോദിച്ചു നോക്കാം. ഞാൻ എന്തായാലും എല്ലാം കഴിയുന്നവരെ ഉണ്ടാകും. അച്ഛൻ്റെ കാര്യവും നോക്കണമല്ലോ. അച്ഛൻ്റെ കാര്യത്തിലും ഒരു തീരുമാനം വേണം. ഇനി ഒറ്റയ്ക്ക് ഈ വീട്ടിൽ കഴിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മൂത്ത മകനല്ലേ അച്ഛൻ നോക്കാൻ അവകാശം? അങ്ങനെ അവകാശമൊന്നുമില്ല. സൗകര്യമുള്ളവർക്ക് നോക്കാം. എനിക്കും ഭാര്യയ്ക്കും ജോലി തിരക്കായതുകൊണ്ടാണ് കുട്ടികളെ പോലും ബോർഡിങ്ങിൽ ചേർത്ത്. പിന്നെ ആർക്കും സൗകര്യമില്ലെങ്കിൽ ഇപ്പോൾ ഒരു കുഴപ്പമില്ല. നല്ല ഓൾഡ് ഏജ് ഹോമുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകും അവിടെ. മഹാമുനെ, യുവത്വം തുളുമ്പി അതിസുന്ദരനായ ഞാൻ യയാതി ഇതാ അങ്ങയുടെ ശാപഗ്രസ്തനായി അകാലത്തിൽ വാർദ്ധക്യം ബാധിച്ചു നിൽക്കുന്നു. എൻ്റെ അധർമ്മങ്ങളും ദുരാഗ്രഹങ്ങളും ദുഷ്കാമവും ഞാൻ തിരിച്ചറിയുന്നു. അങ്ങയുടെ പുത്രിയോട് ചെയ്ത അനീതിയും ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാത്തിലും ഞാൻ ദുഃഖിക്കുന്നു, പശ്ചാത്തപിക്കുന്നു. ശുക്രാചാര്യരെ മഹാമുനെ, അടിയനോട് ക്ഷമിച്ച് ശാപമോക്ഷമരുളിയാലും. യയാതി, നിന്റെ അധർമ്മങ്ങൾ ക്ഷമിക്കാവുന്നതല്ല. എങ്കിലും എൻ്റെ മകൾ ദേവയാനിയെ ചൊല്ലി ഞാൻ നിനക്ക് ശാപമോക്ഷം തരുന്നു. നിന്റെ മക്കളിൽ ആരെങ്കിലും നിന്റെ വാർദ്ധക്യം ഏറ്റെടുത്ത് പകരം അവരുടെ യൗവനം തരാൻ തയ്യാറാവുകയാണെങ്കിൽ ഇനിയും 1000 വർഷം നിനക്ക് യുവാവായിരിക്കാം. അതിനുശേഷം വാർദ്ധക്യം തിരിച്ചെടുത്ത് അവർക്ക് യൗവനം തിരികെ നൽകുക. 5 പുത്രന്മാരാൽ സമ്പന്നനാണ് ഞാൻ. എത്ര ഭാഗ്യവാൻ! മക്കളെ, ഈ പിതാവിൻ്റെ അകാല വാർദ്ധക്യം നിങ്ങൾ കാണുന്നില്ലേ? യുവത്വം ജീവിച്ചു തീർന്നിട്ടില്ല ഞാൻ. എൻ്റെ വാർദ്ധക്യം ഏറ്റെടുത്ത് നിങ്ങളുടെ യൗവനം കടമായി തരൂ.
വാർദ്ധക്യം ഏറ്റെടുക്കാൻ ഞങ്ങൾക്കാവില്ല പിതാവേ. ഞങ്ങളുടെ യൗവനം ഞങ്ങൾക്ക് വേണം. വാർദ്ധക്യം ഏറ്റെടുക്കാൻ ഞങ്ങൾക്കാവില്ല പിതാവേ. ഞങ്ങളുടെ യൗവനം ഞങ്ങൾക്ക് വേണം. നമ്മുടെ അച്ഛനെ എന്തായാലും വൃദ്ധസദനത്തിൽ വിടാൻ പറ്റില്ല. ഈ വീട് ഇങ്ങനെ ഇട്ടാൽ ചിതലുകയറി നശിച്ചു പോവും. നമുക്കാണെങ്കിൽ ഇപ്പോൾ പൈസയുടെ പലവിധ ആവശ്യങ്ങളുണ്ട്. കുറേ കാലം കഴിഞ്ഞ് കുറെ പണം കിട്ടിയിട്ട് എന്ത് പ്രയോജനം? വീട് കൊടുത്തിട്ട് കിട്ടുന്ന പൈസ വീതിക്കാം എന്നാണ് എൻ്റെ അഭിപ്രായം. രാജന് വീട് വയ്ക്കാൻ നേരത്തെ തന്നെ അച്ഛൻ പൈസ കൊടുത്തിട്ടുണ്ട് അല്ലേ? ആ കണക്കൊന്നും ഇപ്പോൾ ഇവിടെ പറയണ്ട. നിങ്ങളെയൊക്കെ എഞ്ചിനീയറിംഗ് കോളേജിലും ഡ്രാമ സ്കൂളിലും ഒക്കെ പഠിപ്പിക്കാൻ അച്ഛൻ ചെലവാക്കിയ പണത്തിനോളം വരില്ല എനിക്ക് വീട് വയ്ക്കാൻ സഹായിച്ച പൈസ. മക്കളെ, നിങ്ങൾ എനിക്ക് വേണ്ടി വിഷമിക്കേണ്ട. ഞാൻ കാശിയിലോ രാമേശ്വരത്തോ പോയി ഏതെങ്കിലും ആശ്രമത്തിൽ കഴിഞ്ഞുകൊള്ളാം. അച്ഛൻ എന്താ ഈ പറയുന്നത്? അച്ഛനെ വൃദ്ധസദനത്തിൽ ചേർക്കാനും ആശ്രമത്തിൽ പോകാനും ഞാൻ സമ്മതിക്കില്ല. വീട് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. എനിക്കൊരു വാടക വീടുണ്ട്. അച്ഛനെ ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണ്. എൻ്റെ മക്കൾക്ക് മുത്തച്ഛൻ്റെ സ്നേഹവും ലാളനയും വേണം. കഷ്ടം. 5 മക്കളെ കൊണ്ട് അതിസമ്പന്നനാണെന്ന് ഞാൻ അഹങ്കരിച്ചു. പക്ഷേ ഇന്നിതാ ശാപഗ്രസ്തനായ എന്നെ തുണയ്ക്കുവാൻ മക്കൾ ആരുമില്ലാതെ ദരിദ്രനായി ഞാൻ നിലകൊള്ളുന്നു. പിതാവേ, അങ്ങനെ പറയരുത് പിതാവേ. പിതാവിൻ്റെ ആഗ്രഹം നിറവേറ്റുക എന്നത് ഏതൊരു മകൻ്റെയും കടമയാണ്. പിതാവിനെ സംരക്ഷിക്കുക എന്നത് ഏതൊരു പുരുഷൻ്റെയും കടമയാണ്. അങ്ങയുടെ വാർദ്ധക്യം എനിക്ക് തരൂ. എൻ്റെ യൗവനമെടുത്ത് അങ്ങയുടെ ജീവിതകാലം മുഴുവനും ആസ്വദിക്കൂ. അങ്ങയ്ക്ക് ശാപമോക്ഷത്തിനായി ഞാനിതാ വാർദ്ധക്യം ഏറ്റെടുക്കുന്നു. വാർദ്ധക്യം ഏറ്റെടുക്കുന്നു. വാർദ്ധക്യം ഏറ്റെടുക്കുന്നു. നീ മാത്രമാണ് അച്ഛന് തുണയായത്. എൻ്റെ കാലം ഞാൻ ജീവിച്ചു തീരുമ്പോൾ നിന്റെ യൗവനം ഞാൻ നിനക്ക് തിരിച്ചു നൽകും. അന്നു തന്നെ ഞാൻ ഈ രാജ്യത്തിൻ്റെ രാജാവായി വാഴിക്കും. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. വരൂ അച്ഛാ, ശിഷ്ടകാലം നമുക്ക് ഒരുമിച്ച് എൻ്റെ വാടക വീട്ടിൽ സന്തോഷത്തോടെ ജീവിക്കാം. പതുക്കെ അച്ഛാ, സൂക്ഷിച്ച് വരൂ. പതുക്കെ പതുക്കെ.